ഹായ്, എൻ്റെ പേര് ടിൻഡു. ഞാനൊരു സർട്ടിഫൈഡ് ലാക്ടേഷൻ പ്രൊഫഷണൽ കം സൈക്കോളജിക്കൽ കൗൺസിലറാണ്. എൻ്റെ ഫ്രണ്ട്സ് അടക്കം എന്നോട് ചോദിക്കാറുള്ള കാര്യമാണ്, ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരു ലാക്ടേഷൻ കൗൺസിലറിൻ്റെ ആവശ്യമുണ്ടോ? ഡെലിവറി കഴിയുമ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാകും. അതുപോലെ തന്നെ ഡെലിവറി കഴിയുമ്പം എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു തുടങ്ങും, കുഞ്ഞ് പ്രോപ്പറായിട്ട് കുടിച്ചു തുടങ്ങും. ഇപ്പം ഇതൊന്നും ഈ ലാക്ടേഷൻ അറിഞ്ഞിട്ടാണോ എല്ലാവരും പണ്ടൊക്കെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്? പണ്ടാരും കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാറില്ലായിരുന്നു. ഇങ്ങനത്തെ പല കാര്യങ്ങളും തമാശയ്ക്കാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്. ലാക്ടേഷൻ ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഒരുപാട് മദേഴ്സ് ഫീഡിങ് ഇഷ്യൂസുമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് മദേഴ്സിന് ഫീഡിങ് കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ആ ഒരു ഗൈഡൻസ്, പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ഒന്നും ആർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ ആ ബ്രസ്റ്റ് ഫീഡിന് പകരം പൊടിപ്പാലിലേക്ക് പോയി കുഞ്ഞുങ്ങൾക്ക് പൊടിപ്പാൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പല സ്ഥലത്തുനിന്നും പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. കാരണം ചിലർ പറയും അമ്മയ്ക്ക് മടിയാണ്, ബ്രസ്റ്റ് തൂങ്ങിപ്പോവും, അവളുടെ ഭംഗി കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ പാല് കൊടുക്കാത്തത്, അങ്ങനെ ചിലർ പറയും. ചിലർ കുഞ്ഞുങ്ങളെ ആയിരിക്കും ബ്ലെയിം ചെയ്യുന്നത്, കുഞ്ഞ് ഭയങ്കര മടിയനാണ് അതുകൊണ്ടാണ് കുടിക്കാത്തത്. പിന്നെ ചിലർ പറയുന്നത് പാരമ്പര്യത്തെ ആയിരിക്കും, പാരമ്പര്യമായിട്ട് അവർക്ക് പാലില്ലാത്ത ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ടാണ് പാല് കുറഞ്ഞു പോകുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും പല പല കൺസെപ്റ്റുകളായിരിക്കും. പക്ഷേ ഈ കൺസെപ്റ്റുകളൊക്കെ മാറ്റി ഒരു ലാക്ടേഷൻ ഫെയിലിയർ ഉണ്ടെങ്കിൽ അതെങ്ങനെ ലാക്ടേഷൻ സക്സസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഒരു ലാക്ടേഷൻ പ്രൊഫഷണലിനെ സംബന്ധിച്ച് അവരുടെ റോള്. റീസെൻ്റ്ലി ഒരു മദർ എൻ്റെ അടുത്ത് വന്നു. കാരണം അവരുടെ ആ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. കാരണം ഒരു 6 മന്ത് മുന്നേ ആയിരുന്നു അവർ ആദ്യമായിട്ട് കൺസൾട്ടേഷൻ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ അവരുടെ കുഞ്ഞൊരു 2 വീക്സ് ഉണ്ടായിരുന്ന കുഞ്ഞായിരുന്നു. ആ കുഞ്ഞ് ഓൾറെഡി ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബോട്ടിൽ വഴിയായിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പം നിപ്പിൾ ഇൻവേർട്ടഡ് ആയിരുന്നു. അപ്പോൾ ആ ഇൻവേർട്ടഡ് നിപ്പിൾ ആയതുകൊണ്ട് കുഞ്ഞിന് സക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവർ കുറേ ട്രൈ ചെയ്തിട്ടൊന്നും ഫീഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവർ ഫോർമുല ഫീഡും ബോട്ടിൽ ഫീഡുമായിട്ട് ഫുൾ കുഞ്ഞിനെ അങ്ങനെ നോക്കി. പിന്നെ സെക്കൻഡ് ബേബി ജനിച്ചപ്പോൾ ആ കുഞ്ഞ് കുറച്ച് പ്രീ ടൈം ആയിട്ടായിരുന്നു ജനിച്ചത്. അപ്പോൾ പ്രീ ടൈം ബേബീസിന് കൂടുതൽ NICUവിൽ അഡ്മിഷൻ വേണ്ടി വന്നു. ഒരു 1 മന്തോളം കുഞ്ഞ് NICUവിൽ കിടന്നു. അതിന് ശേഷമായിരുന്നു അവർക്ക് കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടിയത്. അപ്പോൾ ആ ടൈമിലും അത് കുഞ്ഞിന് സക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോർമുല സ്റ്റാർട്ട് ചെയ്തു, ബോട്ടിൽ ഫീഡും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾക്കും കൂടുതൽ ഫോർമുലയായിരുന്നു പോയത്. അപ്പം 3rd ബേബിക്ക് എങ്കിലും ഒന്ന് ഫീഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്നും അവർക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് അവർക്കൊരു ലാക്ടേഷൻ പ്രൊഫഷണലുണ്ട്, അപ്പം ഇവരെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുമെന്ന് ആരോ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചാണ് അവർ എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ വന്നതിന് ശേഷം കുഞ്ഞിൻ്റെ റൂട്ടിങ്, റിഫ്ലെക്സും, സക്കിങ്ങും, സ്വാളോയും ഒക്കെ നോക്കി എല്ലാം അസസ് ചെയ്തപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. അമ്മയുടെ നിപ്പിൾ നോക്കിയപ്പോൾ അത് ഇൻവേർട്ടഡ് നിപ്പിൾ തന്നെയായിട്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസും സപ്പോർട്ടും ഒരു കെയർ പ്ലാനും ഉണ്ടാക്കി കൊടുത്തു. അതിനനുസരിച്ച് അവർ കുറേ നല്ലതായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. കാരണം ഒരു 2 വീക്സ് ബോട്ടിൽ ഫീഡ് കൊടുത്ത കുഞ്ഞിന് ചിലപ്പോൾ ആ ബ്രസ്റ്റ് ഫീഡിലേക്ക് മാറുന്ന സമയത്ത്, ഇൻവേർട്ടഡ് നിപ്പിളുമാണ്, മാറുന്ന സമയത്ത് അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അവരെ പറഞ്ഞു കൊടുത്ത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു, കറക്റ്റായിട്ട് ചെയ്തു. അങ്ങനെ ഒരു 2 വീക്സ് കൊണ്ട് കുഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തു തുടങ്ങി. പിന്നീട് അത് 6 മന്ത് വരെ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനായിട്ട് സാധിച്ചു, വേറെ ഫോർമുലയോ ബോട്ടിൽ ഫീഡോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പം ഇതാണ് ഒരു ലാക്ടേഷൻ കൺസൾട്ടൻറ്റിൻ്റെ ഒരു റോള്, അല്ലെങ്കിൽ അവരുടെ ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പണ്ട് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആകുമ്പം കൂടുതൽ എല്ലാവരും കുഞ്ഞിനെ എടുത്തിട്ടുണ്ടായിരിക്കും, കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ചിലപ്പോൾ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലിയാണ്. എല്ലാവരും ജോലിയുടെ തിരക്കായിരിക്കും, പഠിക്കുന്നതിൻ്റെ തിരക്കായിരിക്കും, എല്ലാ കാര്യങ്ങളും പോയി സ്ട്രെസ്സും കൂടുതലായിരിക്കും. അപ്പോൾ ഡെലിവറിയുടെ ടൈം ആവുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നമുക്ക് പരിചയമില്ല. അപ്പോൾ ആ കരച്ചിൽ കേൾക്കുക, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു പെയിൻ, ബുദ്ധിമുട്ട്, പിന്നെ ഫീഡിങ്ങിൻ്റെ സ്ട്രഗിളിങ്, ഇതൊക്കെ ആകുമ്പോൾ അമ്മമാർക്കും ചെറിയ മൂഡ് സ്വിങ്സും കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ചില മദേഴ്സ് ചിലപ്പോൾ ഒരു പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്കുള്ള അവസ്ഥയിലും പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിലും ലാക്ടേഷൻ കൺസൾട്ടേഷൻ ഒത്തിരി എഫക്റ്റീവാണ്. അതുപോലെ ചിലർക്ക് ബ്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ബ്രസ്റ്റിൽ മാസ്റ്റൈറ്റിസ്, അതുപോലെ തന്നെ ബ്രസ്റ്റിൽ നിപ്പിൾ ക്രാക്ക് വരുന്നത്, ബ്രസ്റ്റ് ആബ്സസ് വരുന്നത്, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ള സമയത്തും ചിലപ്പം ബ്രസ്റ്റ് ഫീഡിങ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും നമ്മൾ ലാക്ടേഷൻ പ്രൊഫഷണൽസ് കൊടുക്കുന്നതായിരിക്കും.
പിന്നെ അടുത്ത കേസസ് ആണ് ബാക്ക് ടു വർക്ക്. എല്ലാ മദേഴ്സിനും 6 മന്ത് മെറ്റേണിറ്റി ലീവ് ഉണ്ടായിരിക്കും. ആ 6 മന്ത് കഴിഞ്ഞ് ജോലിയിലേക്ക് കയറുമ്പം എങ്ങനെ ഫീഡിങ് ചെയ്യണം, അതുപോലെ തന്നെ ആ ടൈമിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിലും അത് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് ഒരു ലാക്ടേഷൻ പ്രൊഫഷണലിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും.